കൊറ്റംകുളങ്ങര ക്ഷേത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെക്കുറിച്ചുമൊക്കെ എല്ലാ മലയാളികൾക്കും അറിയാവുന്നതാണ്. പൊതുവെ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി തങ്ങൾ ആഗ്രഹിച്ച കാര്യം സഫലമാവാൻ വേണ്ടി നടത്തുന്ന ഒരു വഴിപാട് ആ ഒരു ക്ഷേത്രത്തിൽ വർഷത്തിൽ 2 ദിവസം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അടുത്തിടെയായി ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇതിനെ എതിർത്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം ഒരുപാട് പേരാണ് വിമർശനവും ഉന്നയിച്ചുകൊണ്ട് വന്നത്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സീമ വിനീത് എന്ന ട്രാൻസ് വുമൻ. വർഷങ്ങളായി കൊറ്റംകുളം ദേവി ക്ഷേത്രത്തിൽ പുരുഷന്മാരാണ് വിളക്കെടുക്കുന്നത്. താൻ പുരുഷനായിരിക്കുമ്പോൾ കൊറ്റംകുളങ്ങരയിലെത്തി വിളക്കെടുത്തിട്ടുമുണ്ട്. എന്നാൽ തന്റെ സ്വത്വം തിരിച്ചറിഞ്ഞതിനു ശേഷം വിളക്കെടുത്തിട്ടില്ലെന്നും അതിനുശേഷം തൊഴാൻ മാത്രമാണ് അമ്പലത്തിൽ പോയിട്ടുള്ളതെന്നുമാണ് സീമ പറയുന്നത്. ഒരു ക്ഷേത്രമായാലും പള്ളിയായാലും അവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. അവിടെ പുരുഷന്മാരാണ് സ്ത്രീവേഷത്തിൽ വന്ന് വിളക്കെടുക്കാറുള്ളത്. ഇത് വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന പാരമ്പര്യവും ഐതിഹ്യവുമാണ്. ആ ഐതിഹ്യം നമ്മൾ പാലിക്കുക തന്നെ വേണം. സത്യം പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ നടക്കുന്നത് ഒരു ട്രാൻസ് ഫെസ്റ്റിവൽ ഒന്നുമല്ല. അതിനാൽ തന്നെ അതൊരു മോശം കാര്യമായിട്ടാണ് തനിക്ക് തോന്നുന്നതെന്നും ഇങ്ങനെ ചെന്ന് ഷോ ഓഫ് കാണിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നാണ് സീമ വിനീത് പറയുന്നത്. സീമ പറയുന്നതിനോട് ഒരുപാട് പേരാണ് യോജിക്കുന്നത്. കാരണം കുറച്ച് ദിവസങ്ങളായി കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ട്രാൻസ് കമ്മ്യൂണിറ്റികളുടെ ഇടപെടലുകൾ സോഷ്യൽ മീഡിയയിലടക്കം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നതിനിടെയാണ് ഇവർക്കിടയിൽ നിന്ന് തന്നെ ഇങ്ങനൊരു വ്യക്തി ഇതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.